ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദുമാരെ, നമ്മൾ ഈ കുട്ടികൾക്ക് പ്രൊമോഷൻ നൽകുന്ന സമയത്ത് അബദ്ധവശാൽ ചിലപ്പോൾ തോറ്റ കുട്ടീനെ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ ചെയ്താൽ ആ കുട്ടീനെ നേരെ ഇങ്ങോട്ട് ബാക്കിൽ തന്നെ എങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. നമ്മൾ ചിലപ്പോൾ പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് തോറ്റ കുട്ടീനെ ചിലപ്പോൾ എന്ത് ചെയ്യും, അബദ്ധത്തിൽ അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്യും. അങ്ങനെ വന്നാൽ നേരെ സമസ്തൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുക. സമസ്തൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഏത് ക്ലാസ്സിലാണോ ആ കുട്ടി അബദ്ധത്തിൽ കയറിപ്പോയത് വെച്ചെങ്കിൽ, ഏതെങ്കിലും ഒരു കുട്ടി ഇപ്പോൾ രണ്ടിന്ന് തോറ്റ കുട്ടി രണ്ടിലിരിക്കേണ്ട കുട്ടിയാണ്, പക്ഷേ പ്രൊമോഷൻ ചെയ്തപ്പോൾ എന്ത് ചെയ്ത് അറിയാതെ ആ കുട്ടിയും 3ാം ക്ലാസ്സിലേക്ക് എന്ത് ചെയ്ത് മറ്റോലെ മൂടും പിടിച്ച് പോയി. അങ്ങനെ പോയാൽ നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ നേരെ മദർസൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുക. മാനേജ് സ്റ്റുഡൻറ്റ് എന്നിട്ട് ഓപ്ഷൻ കാണിക്കണ്ട, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്റ്റഡ് ക്ലാസ് എന്ന് കാണും. ഏത് ക്ലാസ്സിലേക്കാണ് ആ കുട്ടി കയറി വെച്ചാൽ ആ ക്ലാസ് ഒന്ന് സെലക്ട് ചെയ്യുക. 3 3 എടുക്കുക, 2 2 എടുക്കുക. ഇങ്ങോട്ട് അതിൻ്റെ നേരെ താഴെ സെലക്ട് ഡിവിഷൻ എന്ന് കാണും, അവിടെ ആൾ ഡിവിഷൻ എന്ന് കൊടുക്കുക. നേരെ അതിൻ്റെ അടിയിൽ വ്യൂ സ്റ്റുഡൻറ്റ് എന്ന് കാണാം, ഇതിലൊന്ന് പോകുക. അപ്പോൾ ആ 3ാം ക്ലാസ്സിലെ മൊത്തം കുട്ടികൾ ഇതവിടെ ഇങ്ങനെ കാണിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇതൊക്കെ പ്രിൻ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ PDF എന്നുള്ള ഭാഗത്തുനിന്ന് തൊട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത് PDF ആയിട്ട് ഓരോ കുട്ടികളുടെ പേരും കാര്യങ്ങളും വരും. അപ്പോൾ നമ്മളിപ്പോൾ ഈ കുട്ടിയാണ് നമ്മൾ അബദ്ധത്തിൽ എന്ത് ചെയ്തത്, മറ്റേ കുട്ടികളെ പ്രൊമോഷൻ ചെയ്തപ്പോൾ കയറിപ്പോയത് എങ്കിൽ ഈ കുട്ടികളുടെ വലത് ഭാഗത്ത് പോയാൽ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ഈ കുട്ടീൻ്റെ മുകളിൽ 3 എന്നുണ്ടാകുക. അപ്പോൾ ആ കുട്ടി ഏത് ക്ലാസ്സിലേക്കാണോ വേണ്ടിച്ചാൽ അവിടെ 2 എന്നാക്കുക. ഡിവിഷനിലോട്ട് A എന്നും കൊടുക്കുക. അടിഭാഗത്ത് അപ്ഡേറ്റ് ഡാറ്റ എന്ന് കൊടുത്താൽ ആ കുട്ടി എന്ത് ചെയ്യും, നേരെ 2ാം ക്ലാസ്സിലേക്ക് തന്നെ മാറും. ഇനി ആ കുട്ടി 2ാം ക്ലാസ്സിലേക്ക് മാറിക്കണോ എന്ന് ഉറപ്പ് വരുത്താൻ നേരെ മാനേജ് സ്റ്റുഡൻറ്റ് പോകുക, ക്ലാസ് സെലക്ട് ചെയ്യുക, 2 എന്ന് എടുക്കുക. ഡിവിഷൻ എന്നുള്ള ഭാഗത്ത് ആൾ ഡിവിഷൻ എന്ന് കൊടുക്കുക, വ്യൂ സ്റ്റുഡൻറ്റ് എന്ന് കൊടുക്കുക. ഇപ്പോൾ ആ കുട്ടി ഇതിലുണ്ടോ എന്നൊന്ന് എന്ത് ചെയ്യുക, ഇങ്ങനെ നോക്കുക. കൂടുതൽ കുട്ടികളുണ്ട്, ഇപ്പോൾ ഇവിടെ 18 കുട്ടീനെ കാണിക്കുള്ളൂ. അതിലിവിടെ എത്ര കുട്ടികളാണെന്നുള്ള ഇവിടെ ടോക്കറ്റ് കറക്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. 18 18 ഇനി 25 കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നെക്സ്റ്റ് ബട്ടൺ വെക്കണം കേട്ടോ, നെക്സ്റ്റ് ബട്ടൺ വെക്കണം. ഇതിപ്പോൾ ഇന്നലെ ഒരു ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് 10-30ഓളം കുട്ടികളെ ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ തിരഞ്ഞിട്ട് കാണാനില്ല എന്നാണ്. അപ്പോൾ 30 കുട്ടി ഉണ്ടെങ്കിൽ ഈ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ വെക്കിയാലേ അടുത്ത കുട്ടികൾ ഇതിൽ വരുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.